ഇതാരാ നോക്കിയേ? അറിയോ? ലക്ഷ്മി. ലക്ഷ്മി തടിച്ചല്ലോ. തടിച്ചു. കൊറേ വർഷമായില്ലേ? എന്നിട്ട് എന്നെ മനസ്സിലായല്ലോ. ഒറ്റ എന്താ എത്ര അറിയാലും കൂടെ പഠിച്ചവരെയും കൂടെ ഒരുമിച്ച് നടന്ന സ്കൂള് ഒന്നും മറക്കൂലല്ലോ നമ്മള്. നീ എവിടെ പോയി? എവിടെ പോയേക്കുമായിരുന്നു? ഞാൻ ഇവിടെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഇതുണ്ട്, പാർട്ടി ഉണ്ട്. KCB വലിയ ഉദ്യോഗസ്ഥനാ. ലൈൻമാനാ. അതെ, ലൈൻമാനും. എന്താ ഈ സമയത്ത് എന്താ ഈ വൈകുന്നേരം? ഞങ്ങക്ക് ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അപ്പൊ അദ്ദേഹം അത് നോക്കാൻ വേണ്ടി പോയിരിക്കുക. ആ സമയം ഞാൻ ഇവിടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഓടി പോന്നതാ. അതെ, വന്ന് നിപ്പുണ്ട്. വലിയൊരു കാർ ഇവിടെ കിടക്കണ്. ഭയങ്കര പണക്കാരിയായി. ഓ, അങ്ങനെയൊക്കെ പോന്നു. അയ്യോ, നമ്മള് ഒരുമിച്ചായിരുന്നു. പരിചയപ്പെട്ടില്ലേ? ഞങ്ങള് ബോംബെയിലാ. 10 വർഷമായിട്ട് അവിടെയാ. സെറ്റിൽഡ് ആണ് അവിടെ. ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്, 2-3 ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. അതെ, 3 ഫ്ലാറ്റ് കൂടെ പഠിച്ച വീടിന്. നമുക്ക് എന്തുണ്ട് പറയാനായിട്ട്? ഈ വീടിന്റെ ഒരു സൈഡ് ആരെയൊക്കെ അറിഞ്ഞല്ലോ, കൂട്ടുകാരുടെ ആരെയൊക്കെ അറിഞ്ഞല്ലോ. ഒളിച്ചോടി പോയി വലിയ രാവിലെ വെള്ളം ഇറങ്ങും എടുത്ത് ക്ലീറ്റോ വെള്ളം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കളിച്ചിറങ്ങണം. ഒരു ഗുണമില്ല. അവള് വയ്യാത്ത കാലം വെച്ച് മെഷീൻ ചവിട്ടിയിട്ടാണ് അവള് ജീവിക്കണത്. തൊഴിലുറപ്പെടുന്ന പറഞ്ഞാൽ രാവിലെ ഇറങ്ങും. ആളുകൾ ചോദിക്കുക നമ്മളെന്താ പെങ്ങൾ എന്താ ജോലി? ഇതണക്ക് പറയാറുണ്ട്. ബോംബെയിലാണ്, അമേരിക്കയിലാണെന്നൊക്കെ പറയണത് നമുക്ക് ആഗ്രഹമുണ്ട്. എന്റെ പെങ്ങൾ എന്ത് ചെയ്യാണ്? മെഷീൻ ചവിട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? തൊഴിലുറപ്പിന് കണ്ടവന്റെ പരടത്തിൽ കളിക്കാൻ പോണം. ആണോ ഞാൻ പറഞ്ഞത്? ഇത് കണ്ട കൂടെ പഠിച്ച പെണ്ണാണ്, അന്തസാരി ജീവിക്കുന്നവള്. ഒരു പുല്ലാവില്ല. ഇങ്ങനെ പറയാളെ വീട്. ലക്ഷ്മി വല്ലതും കഴിച്ചാ? ഇല്ല, കഴിച്ചിട്ടില്ല. അവിടെ ഒന്നും കാണൂല. വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാ. ഹസ്ബൻഡിന്റെ വിളി. ഇവിടെ ആകുമ്പോ എല്ലാം കാണും. അവിടെ പട്ടിണിയാ. എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് തമാശ പറയും. ഇനി ബോംബെയിലേക്കൊക്കെ വരുമ്പോഴേ എന്നെ കാണാൻ മറക്കണ്ട കേട്ടോ. ശരി. ഹലോ. കണ്ടു. ബാക്കി നേരിൽ കണ്ടു പറയാം.